അപ്പോൾ എലക്ഷൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇത് നിർണായകമായ എലക്ഷനാവും, CPM പൊളിയും എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അത് തന്നെയാണ് നടന്നത്. ഈ എലക്ഷൻ ഒരു ആൻറ്റി CPM എലക്ഷനായി മാറി. ഈ ആൻറ്റി CPM വികാരം സൃഷ്ടിക്കാൻ BJP NDA കഴിഞ്ഞ 12 മാസത്തിൻ്റെ പ്രവർത്തനം ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിനു മുമ്പ് BJP ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ എലക്ഷന് മുമ്പ് എത്രയോ കൊല്ലം നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്, നാടിനു വേണ്ടി, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. പക്ഷേ വലിയൊരു മാറ്റം ഈ എലക്ഷൻ ജനങ്ങളൊരു അവസരം തന്നത്, ഇനി അസംബ്ലിയിൽ ഉള്ളിൽ പോയി ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു അവസരം BJPക്ക് തന്നു. ഇതാണ് വലിയ മാറ്റം. ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം, BJP NDA മുമ്പോട്ട് വെച്ചൊരു കാഴ്ചപ്പാടായിരുന്നു വികസിത കേരളം, വികസന രാഷ്ട്രീയം. 12 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു വികസന രാഷ്ട്രീയം. ഈ 3 MLA എന്നോട് ഇന്ന് ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞു, അല്ല നിങ്ങൾ 3 MLA 100 കോൺഗ്രസിൻ്റെ 100 MLA അപ്പം ഞാൻ പറഞ്ഞു, ഈ 3 പേര് മതി. അവരെ നോക്കാനും അവരെ കൃത്യമായൊരു സ്ട്രെയിറ്റ് ലൈനിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ ഈ 3 MLA മതി. ഇത് കാരണം ഇത് നരേന്ദ്രമോദിജീൻ്റെ BJP NDA 3 MLA. ഞങ്ങളുടെ രാഷ്ട്രീയം വികസന രാഷ്ട്രീയമാണ്, അഴിമതി രഹിത ഭരണം. ഈ നാട്ടിൽ കർണാടക പോലെ, തെലങ്കാന പോലെ കോൺഗ്രസ് അഴിമതി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ജനങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ, വികസനത്തിന് എതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ, ഈ MLA ഈ 3 MLA മതി അതെല്ലാം തടയാൻ, അത് നിർത്താൻ. ഇത് ഒരു വലിയ അവസരമായിട്ട് ഞാൻ കാണുന്നു. BJPക്കും ജനങ്ങൾക്കും ഈ നാടിൻ്റെ ഒരു ദിശയും ദശയും മാറ്റാൻ. ശരിയാണ്, 10 MLA ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയും. 140 MLA ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അത് ഈ ഇലക്ഷനിൽ കിട്ടിയില്ല. അടുത്ത 2-3 ഇലക്ഷൻ കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ പോലെ അതും തുടങ്ങിയത് 5 MLA ഇപ്പോൾ 195 MLA വെസ്റ്റ് ബംഗാൾ. അപ്പോൾ സന്തോഷകരമായ ദിവസമാണ് ഇത്.